ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 25/10/2022. അപ്പം ഇന്ന് നൈസ് മൂവ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പം ഇന്ന് നമ്മളുടെ ന്യൂസ് റിലീസായി. അതിൻ്റെയാണ് നമ്മളുടെ 9:59 ആയിരുന്നു ന്യൂസ്. യെസ്, ആ ഒരു റിയാക്ഷനാണ് ഈ കാണുന്നത്. യെസ്, അപ്പോൾ നമുക്ക് പോവാം. ഇന്ന് ഏഷ്യ എന്ത് ചെയ്തു? ഏഷ്യ പ്രീവിയസ് ഡേയ്സ് ഹൈസ് ഒക്കെ എടുത്തു, എന്നിട്ട് താഴേക്ക് ബ്രേക്ക് ഡൗൺ തന്നു. ബ്രേക്ക് താഴേക്ക് ബ്രേക്ക് ചെയ്ത് ലണ്ടൻ ഓപ്പൺ ആയപ്പോൾ ലണ്ടൻ എന്ത് ചെയ്തു? വെയിറ്റ്, വി നീഡ് ടു റീഅറേഞ്ച് സംതിങ്. യെസ്, വി നീഡ് ടു ഫിക്സ് ലഞ്ച്. യെസ്, ഇത് ലണ്ടൻ ലഞ്ചാണ്. ഇത് ലണ്ടൻ ഓപ്പൺ ആണ്. ലണ്ടൻ ഓപ്പൺ. ഇത് ന്യൂയോർക്ക് 7 പ്രീ ന്യൂയോർക്ക്. ഇത് നമ്മളുടെ 8:30. യെസ്, ഇത് നമ്മളുടെ 8:30. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലണ്ടൻ ഓപ്പൺ ആയി. എന്താണ്, ന്യൂയോർക്ക് ഏഷ്യ ഫുള്ള് ഹൈ സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് വന്നു. താഴേക്ക് ബ്രേക്ക് ചെയ്ത് ഈ രാവിലെ എണ്ണിക്കാൻ കഴിവുള്ളവരാണെങ്കിലോ, രാവിലെ എണ്ണിക്കാൻ മടിയില്ലാത്തവരാണെങ്കിൽ ഏഷ്യ നാട്ടിൽ ചെയ്യാം. നമുക്ക് ഏഷ്യ ചെയ്യുന്ന ടീമുണ്ട്, ഒരാളുണ്ട് രാവിലെ എണ്ണീറ്റിരുന്ന് അടിപൊളി ട്രേഡ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. പുള്ളി ഏഷ്യയാണ് ചെയ്യുന്നത്. നൈസാണ്. എങ്ങനെ പോയാലും ഒരു 2 ട്രേഡ് പുള്ളി ഒപ്പിക്കും രാവിലെ. ഒരു 1:5 1:3 എന്തായാലും മുകളിലുണ്ടാവും. അപ്പം ഏഷ്യയിൽ ഇവിടെയൊക്കെ എൻട്രി ഉണ്ട്. ഇത് OB എൻട്രിയാണ് പുള്ളി നോക്കുന്നത്. അപ്പം ഇതാണ് ലോ എയിം ചെയ്ത് താഴേക്ക് എടുക്കാം. അപ്പം ഏഷ്യ പഴയ ഹൈസൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ലണ്ടൻ ഓപ്പൺ ആയി കഴിഞ്ഞ് നമ്മളുടെ ഏഷ്യയുടെ ലോയിൽ വന്ന് ചെറിയൊരു സ്വീപ്പ് നടത്തി. നമ്മുടെ 3 o'clock ഇവിടെ 3 o'clock. യെസ്, 3 o'clock ആയപ്പം എന്ത് ചെയ്തു? 3 o'clock 2 o'clock to 3 o'clock ആണ് നമ്മളുടെ ആ ഒരു റേഞ്ച്. അതാണ് 2 o'clock തൊട്ടാണ് ഈ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 o'clock നമ്മളുടെ ഹൈസ്, ഈ ഇൻ്റർമീഡിയറ്റ് ഹൈസ്, ഷോർട്ട് ടേം ഹൈസ് ഒക്കെ സ്വീപ്പ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ബൈസൈൽ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഇവിടെ OB മെഡിക്കേഷൻ ഉണ്ട് ചെറുതായിട്ട്. അല്ലാണ്ട് ലോ ടൈം ഫ്രെയിമിൽ നമുക്ക് അവിടെ എൻട്രി ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് മെഡിക്കേറ്റ് ചെയ്ത് താഴെ പോയി. ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്ത് മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് വേണം. 1 minute ആണത്. 1 minute നമുക്കൊരു കൺഫർമേഷൻ കിട്ടാണ്ട് നമ്മൾ 1 minute എൻട്രി അങ്ങനെ എടുക്കാറില്ല. അപ്പം ഇതാണ് നമ്മളുടെ ആ ഒരു ലണ്ടനകത്തെ എൻട്രി. ലണ്ടൻ പ്ലേ ചെയ്ത് ഞാൻ പറഞ്ഞായിരുന്നു ഗ്രൂപ്പിൽ, ലുക്ക് അറ്റ് ദ റിയാക്ഷൻ. നമ്മളുടെ ആ ഒരു വോളിയം ഗ്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് വോളിയം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് നമുക്ക് ഫില്ല് ചെയ്യണമല്ലോ. നമ്മളൊരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്താൽ ഇതിൻ്റെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പം ഇതാണ് അതിൻ്റെ ഓപ്പൺ വരേണ്ടത് അല്ലേ. അപ്പം ഓപ്പൺ ചെയ്ത് മേളിലേക്ക് പോന്നു. അപ്പം ഇതാണ് നമ്മളുടെ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഫുള്ള് ഫിൽഡാണ് അല്ലേ. ഇവിടെ വേറെ ഗ്യാപ്പുകളോ ഇംബാലൻസുകളോ ഒന്നുമില്ല. ഫുള്ള് പ്രൈസ് ഫിൽഡാണ്. കാരണം ഓപ്പൺ ക്ലോസ് അല്ലേ. താഴേക്ക് റിട്രേസ് ചെയ്തു, മേളിലേക്ക് പോയി, ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മളുടെ ആ ഒരു റിയാക്ഷൻ. അപ്പം നമ്മളുടെ പ്രൈസ് സംടൈംസ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും.
ലൈക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റിയാക്ഷൻസ് നടക്കുന്നില്ല, മനസ്സിലായില്ലേ? അപ്പം പ്രൈസ് പിന്നീട് ഒരു ഇംബാലൻസ് പോലെ തന്നെയാണ് ഈ സാധനം. പിന്നീട് പ്രൈസ് വന്ന് ഇതൊക്കെയാണ് യഥാർത്ഥ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയുവാണെങ്കിൽ പറയേണ്ട സാധനം. പിന്നീട് പ്രൈസ് വന്ന് ഈ ഗ്യാപ്പിൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് റെസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കും. ഓക്കെ, ഇവിടെ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടാക്കും. അതിനാണ് ഈ വോളിയം ഗ്യാപ്പ് എന്ന് പറയുന്നത്. എന്താണത്? വോളിയം ഗ്യാപ്പാണത്. അപ്പം വോളിയം ഗ്യാപ്പ് നമ്മളുടെ ഡെയിലിയിൽ നമുക്കത് കാണാമായിരുന്നു. അപ്പോൾ ഇത് കളയാം. നമ്മുടെ വോളിയം ഗ്യാപ്പ് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്ന 2 ലൈനുകളാണ്. ഓക്കെ, അപ്പം നമ്മുടെ വോളിയം ഗ്യാപ്പിനകത്താണ് ഈ പ്രൈസ് കിടന്ന് മെഡിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കറക്റ്റ് നിങ്ങൾ 4 hourലൊക്കെ പോയി നോക്കിയാൽ കറക്റ്റ് ആ ഒരു റിയാക്ഷൻ കാണാം. കണ്ടില്ലേ? ഈ 2 ലൈനിനകത്താണ് പ്രൈസ് റിയാക്റ്റ് ചെയ്തത്. അപ്പം ലണ്ടൻ നേരെ വന്ന് അതിനകത്തങ്ങ് പെട്ടുപോയി. ആ ഒരു കൺസോൾട്ടേഷനായിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതെല്ലാം ടൈം ഫ്രെയിമിൽ നടക്കും. ഈ മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ചെറിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെറിയൊരു സമയത്ത് വരെ ഈ സംഭവങ്ങൾ നടക്കും. ഓക്കെ, അതാണ് പവർ ഓഫ് 3 എന്ന് പറയുന്നതാണ്. പവർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പഴയ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പവർ ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഓപ്പൺ ക്യാൻഡിൽ. നമ്മൾ ഓപ്പണായിട്ട് എടുക്കുന്നത് 00 ക്യാൻഡിലാണ്. 00ക്ക് താഴെയുള്ളതെല്ലാം എന്താണ്, നമുക്ക് ഒരു ബുള്ളിഷ് ബയാസാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതൊരു ഡിസ്കൗണ്ടാണ്. ഓക്കെ, അപ്പം 00ക്ക് താഴെയാണിത്. അതുപോലെ തന്നെ 8:30 ഓപ്പൺ ആകുമ്പം 8:30ക്ക് താഴെ വരുന്ന ക്യാൻഡിലിൽ നമുക്ക് ഡിസ്കൗണ്ടാണ്. സംടൈംസ് ഇത് ഇങ്ങനൊരു നൈസ് ഇത് വരും. ഇത് നമ്മളുടെ ന്യൂസൊക്കെ വന്ന് ഓൾറെഡി ആ ഒരു സംഭവം നൈസ് ഇത് തന്ന് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് പവർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ. അക്കുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ മാനിപ്പുലേഷൻ എപ്പോഴും വരുന്നത് ക്യാൻഡിലിൻ്റെ വിക്കായിരിക്കും. ഇത് വിക്കാണ്, ഇന്നത്തെ ദിവസത്തെ വിക്കാണ് അല്ലേ? ഓപ്പൺ പ്രൈസ് വരുന്ന ഇത്. അപ്പോൾ ഓപ്പൺ പ്രൈസിൻ്റെ വിക്ക് അടിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ എൻട്രീസ് വരേണ്ടത്. അതാണ് മാനിപ്പുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഏഷ്യ കൺസോൾട്ടേറ്റ് ചെയ്തും അക്കുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതാണ് സംഭവം നടന്നത്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് നമ്മളുടെ പ്രൈസ് വോളിയം ഫുള്ള് ഫില്ല് ചെയ്ത് അവിടെ പ്രൈസ് എൻഗേജ് ചെയ്ത് കുറേ നേരം നിന്നും പ്രൈസ് അവിടെ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്തു, റൈറ്റ്? അപ്പം നമുക്കിനി എവിടെയാണുള്ളത്? ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഏഷ്യ ഹൈ ഉണ്ട്, ലണ്ടൻ ഹൈ ഉണ്ട്, പിന്നീട് ഈ ഷോർട്ട് ടൈം ഹൈസ് ക്രിയേറ്റ് ചെയ്ത ഹൈ ഉണ്ട്. അപ്പം നമ്മുടെ ഏഷ്യയുടെ ലോ സ്വീപ്പ് ചെയ്തു, ലണ്ടൻ ലോ സ്വീപ്പ് ചെയ്തു. ഇത് ധാരാളമാണ് പ്രൈസിന് തിരിച്ച് ബുള്ളിഷ് പോകാൻ. കാരണം ഹെവി ഒരു ബുള്ളിഷ് ബയാസിൽ നിൽക്കുന്നത് നമുക്ക് അത് ധാരാളമാണ്. കാരണം ഇവിടുത്തെ ലിക്വിഡിറ്റീസുകളും ഗ്രാബ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് നോക്കിയാൽ ഈ ഒരു ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്ത് ഇവിടുത്തെ ഈ FEG എന്ന് പറയുന്ന സാധനം പിന്നീടും നമുക്ക് റിയാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. FEG ഫുള്ള് ഫില്ലായില്ലെങ്കിൽ പിന്നീടും അതൊരു റിയാക്ഷൻ ഉണ്ടാക്കും. ഇത് 50% ഫില്ലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു നമ്മളുടെ ഒരു FEG ആണ്. ഈ FEG നമ്മളെടുത്ത് നോക്കുവാണെങ്കിൽ പിന്നീട് ആ 50% വീണ്ടും വന്നത് ഫില്ല് ചെയ്തിട്ട് പോയേക്കാണ്. നേരത്തെ ആ 50% ക്ലിയർ ഫില്ലിങ് ഇല്ലായിരുന്നു, പക്ഷേ അത് പിന്നീട് 50% ക്ലിയർ ഫില്ല് ചെയ്തു. അത് നമുക്കൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് കറക്റ്റ് FEG എന്ന് പറയുന്നത്. 50 മിനിറ്റ് FEG നോക്കും എങ്ങനെയാണ് മേടിക്കുക. കണ്ടോ ആ ഓപ്പൺ ക്യാൻഡിൽ കണ്ടോ നിങ്ങൾ? ഈ ഒരു പ്രൈസ് ഓപ്പൺ ചെയ്തേക്കുന്നുണ്ടോ? അത് കറക്റ്റ് ആ ഒരു 50%ലാണ്. ഈ FEG എന്ന് പറയുന്ന സാധനം പിന്നീടും വർക്കാവുന്ന സാധനമാണ്, മനസ്സിലായില്ലേ? അവിടെ പിന്നീടും അതുപോലൊരു റിയാക്ഷൻ തരാവുന്ന സാധനമാണ്. എപ്പോഴും ഇല്ല, പക്ഷേ എപ്പോഴും നമുക്ക് ആ ഒരു റിയാക്ഷൻ കിട്ടുന്ന സ്ഥലമാണ് ഈ FEG എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ആ റെസിസ്റ്റൻസും ഉണ്ട്. ആ റെസിസ്റ്റൻസ് പിന്നീട് സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ മറന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് മറ്റേ നമ്മുടെ വോളിയം ക്യാൻഡിൽ വോളിയം ഇംബാലൻസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിന്നീട് അതൊന്നും കണക്ക് കൂട്ടണ്ട. നമ്മുടെ ലിക്വിഡിറ്റീസ് സ്വീപ്പ് ചെയ്തു, ബ്രേക്ക് ഓഫ് സെക്ടർ ടു മേളിലേക്ക് തന്നു, BMS ടോപ്പ് സൈഡിലേക്ക് BMS തന്നു. നമ്മളുടെ ഓർഡർ ബ്ലോക്ക്
മെഡിക്കേറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഇത് ധാരാളമല്ലേ? ഓർഡർ ബ്ലോക്ക് പ്ലസ് ഇത് ധാരാളമാണ് അവിടെ ഒരു ബൈ എൻട്രി എടുക്കാൻ. സിമ്പിളായിട്ട് ലണ്ടൻ ഹൈസ് വെക്കുക. ലണ്ടൻ ഹൈസ് വെച്ചാൽ എത്ര കിട്ടും? 1:2 കിട്ടത്തുള്ളൂ. നമുക്ക് ഏഷ്യൻ ഹൈ വെക്കാം. ക്ലിയറാണ്. 1:3.4 കിട്ടും നമുക്ക് കറക്റ്റ്, സിമ്പിളായിട്ട്. ഏഷ്യൻ ഹൈ എന്തായാലും സ്വീപ്പ് ചെയ്ത് ഇവിടുന്ന് റിവേഴ്സ് അടിക്കുവാണെങ്കിൽ തന്നെ ഇവിടെയും സ്വീപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് കറക്റ്റ് ക്ലീനായിട്ട് ഒരു 1:4 വെക്കാം. അതൊന്നും അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിനനുസരിച്ച് കിട്ടായിരുന്നെങ്കിലോ 1:10 കിട്ടിയാണ്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതിനൊന്നും നമ്മളുടെ സ്ട്രിക്റ്റ് റൂളുകളുണ്ട് എവിടെ എൻട്രി എക്സിറ്റ് ചെയ്യണമെന്നുള്ളത്. പിന്നീട് നമുക്ക് മറ്റേ റൂൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഏതാണ്? നമ്മളുടെ 80% പറക്കാൻ വിടുക എന്നുള്ളത്. യെസ്, അത് തന്നെ. ഇതാണ് ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. നിങ്ങൾ വീണ്ടും ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനും, ഇന്ന് ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കണ്ടു, മുകളിൽ ഞാൻ കുറേ ഈക്വൽ ഹൈസ് കണ്ടു, അത് ഗ്രാബ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും ചെറിയ ലിക്വിഡിറ്റീസ് ഗ്രാബ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മുടെ എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ തരുന്നുണ്ടോ നോക്കുക. മനസ്സിലായില്ലേ? എൻട്രി ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു കൺഫർമേഷനാണ്, നമ്മളുടെ മോഡലാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എൻട്രി എടുത്തുകൂടാ? നമുക്ക് ഈക്വൽ ഹൈസ് എടുക്കാൻ വരത്തില്ലയോ എന്നൊന്നും പറയാൻ പാടില്ല. കാരണം നമുക്കറിയത്തില്ല. നമ്മൾ പ്രൈസിനനുസരിച്ച് പോകാമെന്നുള്ളൂ. പ്രൈസ് അപ്പോൾ നമുക്ക് എന്താണ് കാണിക്കുന്നത്? പ്രൈസ് കാണിക്കുന്നത് നമ്മളുടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ആണോ? എനിക്ക് എൻട്രി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് അവിടെ വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. അപ്പം ഈ സാധനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം എവിടെ നോക്കണം എന്നുള്ളത്. അപ്പോൾ എവിടെ നോക്കണം എന്നുള്ളത് നമ്മളുടെ ന്യൂയോർക്ക് സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ബ്രേക്ക് സ്ട്രക്ചർ വന്ന് നിൽക്കുവാണോ നോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലേ? ജസ്റ്റ് സൈഡിലുള്ള ലിക്വിഡിറ്റീസ് നോക്കിയാൽ മതി. ജസ്റ്റ് പ്രീവിയസ് സ്വിങ്സ് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളുടെ എൻട്രി എങ്ങനെയാണ്? നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണം, തിരിച്ച് ബ്രേക്ക് സ്ട്രക്ചർ വിത്ത് FEG തരണം. ഈ ഒരു മോഡലിൽ നമുക്ക് FEG തന്നിട്ടില്ല, ഞാനതുകൊണ്ട് എൻട്രി എടുത്തിട്ടില്ല. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു FEG ഫോം ചെയ്താണ് ഈ ബ്രേക്ക് തന്നെങ്കിൽ ഷുവറായിട്ടും എനിക്കിവിടെ നൈസ് എൻട്രിയാണ്, ഞാൻ ഉറപ്പായിട്ടും എടുക്കും. കാരണം എല്ലാം ഇതായിട്ട് വന്നു. പക്ഷേ OB എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത് സിമ്പിളാണ്. എനിക്ക് OB എടുക്കാൻ പറ്റില്ലെന്നല്ല, എനിക്ക് OB എടുക്കാം എന്ന് പറഞ്ഞാൽ ICTയുടെ ഒരു മെത്തേഡാണ് OB. അത് എടുക്കാൻ പാടില്ല എന്നുള്ളത് അതിനൊന്നും എതിരല്ല. OB ഉണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, ഇതുപോലെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ബ്രേക്ക് സ്ട്രക്ചർ തന്നു OB ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് എടുക്കാം. അത് സിസ്റ്റമാണ്. അതൊരു B സെറ്റപ്പ്, എൻ്റെ BC സെറ്റപ്പൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു സാധനമാണ് പറഞ്ഞു തരുന്നത്. കൂടുതൽ കൺഫ്യൂസ്ഡ് ഒന്നും ആക്കാതെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ അബ്സോർവ് ചെയ്യാന്നുള്ളതാണ്. അത് ഞാൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈ സാധനം സിമ്പിളായിട്ട് കിട്ടണം. അപ്പോൾ ഞാൻ നല്ലൊരു വിൻ ഓപ്പർച്യൂണിറ്റി വരുന്ന സാധനമാണ് ഈ FEG ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം FEG ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിന് നമുക്ക് ഹൈ പ്രോബബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ FEG പ്രിഫർ ചെയ്യുന്നത്. OB ഉണ്ടെങ്കിലും എടുക്കാൻ പാടില്ലെന്നൊന്നുമില്ല. ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ലിക്വിഡിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. ലിക്വിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നുമില്ല. ലിക്വിഡിറ്റിക്ക് വേണ്ടിയാണല്ലോ എല്ലാവരും കളി കളിക്കുന്നത്. യെസ്, ഫണ്ട് ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം വന്ന് നിൽക്കുന്നത് ഡെയിലിയിൽ, എവിടാണ്, നമ്മളൊരു OBയിലാണ് വന്ന് നിൽക്കുന്നത്. ഇതൊരു OBയാണ്. ആ OBയുടെ 50%ലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കറക്റ്റ് ഒരു 50% ആണ്. അത് ക്യാൻഡിലിൻ്റെ ആണല്ലോ, നമ്മൾ മുമ്പേ വരച്ച ക്യാൻഡിൽ. OB അല്ല, FEG എങ്കിൽ FEG. ജസ്റ്റ് നമുക്ക് OB നോക്കാം. OB 50%. ഇപ്പോൾ OB 50% വന്നിരിക്കുകയാണല്ലേ. അപ്പം നമുക്കിനി ഏതൊക്കെ ദിവസമാണ് വരാനുള്ളത്? നമുക്കിനിയും ബുധൻ, വ്യാഴം, വെള്ളി. അപ്പം ഈ ദിവസങ്ങളിൽ നമുക്കിനി നോക്കാം നമുക്ക് ഇവിടെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി വരുമോ.
ഇവിടുന്ന് ഇങ്ങനെ ഒരു റിട്രേസ്മെൻറ്റ് വന്ന് നാളത്തെ ഏഷ്യൻ സെക്ഷനൊക്കെ മണ്ടയ്ക്ക് സ്വീപ്പ് ചെയ്ത് താഴെ ഇങ്ങനെ ഇത് നമ്മളുടെ സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്, ഇത് നമ്മളുടെ സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് വരച്ച് വെച്ച OB-ആണ്. ഓക്കെ, ഇനി ഒരു ബുള്ളിഷ് മൂവ് വരുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ 2 ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് നൈസായിട്ട് വീണ്ടും മേളിലേക്ക് പോവാം. ഓക്കെ, മേ ബി ഇറ്റ്സ് ജസ്റ്റ് നമ്മളുടെ ഒരു വ്യൂ ആണ്. ഓക്കെ, കാരണം നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്ത് നൈസായിട്ട് നിൽക്കുകയാണ്. ഒരു OB-യിൽ റിയാക്ഷൻ താഴേക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാം. ഈ ലിക്വിഡിറ്റി ഒന്നുകൂടെ ഏഷ്യയിൽ നാളെ വന്ന് ഗ്രാബ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നാലും നമുക്ക് നൈസാണ്. പിന്നീട് സെൽ സൈഡ് ലിക്വിഡിറ്റി എയിം ചെയ്ത് മെഡിക്കേറ്റ് ചെയ്ത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.